പറശ്ശിനിക്കടവിലെ ലോഡ്ജിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു. കണ്ണപുരം സ്വദേശി സീമയെ സുഹൃത്തായ വിജയൻ ഷാൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. സീമയെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ വിജയനെ പിന്നീട് കിലോമീറ്ററുകൾ ദൂരെ ആളൊഴിഞ്ഞ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊലപാതകം എന്തിനെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഇന്നലെ ഉച്ചയ്ക്ക് 12:50 സീമയും വിജയനും പറശ്ശിനിക്കടവിലെ സമ്മർലാൻഡ് ഇൻ ലോഡ്ജിൽ മുറിയെടുത്തത്. വൈകിട്ട് 6 മണിയോടെ വിജയൻ മുറിപൂട്ടി പുറത്തേക്ക് പോയി. ഏറെ നേരം കഴിഞ്ഞിട്ടും ഇയാൾ തിരിച്ചെത്താത്തതിൽ സംശയം തോന്നിയ ലോഡ്ജ് ജീവനക്കാർ പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് മുറിക്കുള്ളിലെ കിടക്കയിൽ സീമയുടെ മൃതദേഹം കണ്ടെത്തിയത്. വിജയന്റെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. വിജയനായി പോലീസ് തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഇയാളെ മാട്ടൂലിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെറുകുന്ന് സ്വദേശികളായ ഇരുവരും ബന്ധുക്കളും അയൽവാസികളുമാണ്. ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നാണ് വിവരം. മുമ്പും ഇതേ ലോഡ്ജിൽ ഇരുവരും മുറിയെടുത്തിരുന്നു. മരിച്ച സീമ വിധവയും 2 കുട്ടികളുടെ മാതാവുമാണ്. 50 വയസ്സുണ്ട്. സംഭവത്തിൽ തളിപ്പറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.